ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടും പുറത്തിറങ്ങി ഒരു മാടക്കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുക. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവും അതേ തുടർന്നുണ്ടായ NSSന്റെ മനംമാറ്റവും മാതാ അമൃതാനന്ദമയിയുടെ മുമ്പിൽ സജി ചെറിയാൻ ആടിയ നാടകങ്ങളുമൊക്കെ CPMന് വലിയ ലാഭക്കച്ചവടമാകുമെന്ന് കരുതുന്ന ആളുകളുണ്ട്. MV ഗോവിന്ദൻ മാഷൊക്കെ അങ്ങനെയാ വിചാരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ പരമ്പരാഗത ഹൈന്ദവ വോട്ടുകളെല്ലാം നഷ്ടപ്പെട്ടു, അതെല്ലാം കൊട്ടക്കണക്കിന് ചാക്കണക്കിന് ഞങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ 110 വോട്ടിന് ജയിക്കുമെന്നൊക്കെ അവർ സ്വപ്നം കാണുകയാണ്. പക്ഷേ വസ്തുതയൊന്നുമല്ല. കോൺഗ്രസിന് കിട്ടിയ വോട്ടൊക്കെ അവർക്ക് കിട്ടിക്കോളും, അവരത് നോക്കിക്കോളും. കാരണം NSS പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവരുടെ അവസാന വാക്കെന്ന് പറയുന്നത് ആചാര സംരക്ഷണത്തിനും വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി നിന്നവര് അക്കാര്യത്തിൽ 100% ഉറപ്പ് കിട്ടാതെ ഒരു നേതാവിന്റെ പ്രഖ്യാപനത്തിലോ പ്രസ്താവനയിലോ മാറി ചിന്തിക്കുന്നതും ആരും കരുതണ്ട. ഇത് കേരളമാണ്, ഇത് മാറിയ കേരളമാണ്. പക്ഷെ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPMന് സംഭവിച്ച വിശ്വാസ തകർച്ചയാണ്.